യെസ്, നമ്മളിപ്പോൾ തഞ്ചാവൂർ നിന്നും പുറപ്പെട്ടു. ഓഡോമീറ്റർ റീഡിങ് 41,677, 41,677 ആയിട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും അധികമായല്ലോ. എനിവേ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ട്രിച്ചിയിലേക്കാണ്. ഓക്കെ, ട്രിച്ചിയിൽ നിന്ന് നമുക്ക് മധുരൈ, നൈറ്റ് ആകുമ്പോഴേക്കും മധുരൈ എത്തണം. അതാണ് പ്ലാൻ. അങ്ങനെ ഹൈവേ കയറി നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോകുന്നത് ട്രിച്ചിയിലാണ്. ട്രിച്ചിയിൽ നമുക്ക് 2-3 സ്റ്റോപ്സ് ഉണ്ട്. ഒന്ന് രംഗനാഥസ്വാമി, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രമാണ് രംഗനാഥസ്വാമി ക്ഷേത്രം. ശ്രീരംഗത്താണ്. ഒരു കാവേരി നദി അവിടെ 2ആയി ഒഴുകും. നടുഭാഗത്ത് ശ്രീരംഗം. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ജംബുലിംഗേശ്വരൻ്റെ, അത് പഞ്ചഭൂത സ്ഥലങ്ങൾ നമ്മൾ പോയല്ലോ. വായു കാളഹസ്തി, ഭൂമി കാഞ്ചീപുരം, അഗ്നി തിരുവണ്ണാമലൈ, ആകാശം ചിദംബരം, ജലം ആണ് ഇവിടെ ട്രിച്ചിയിലുള്ള തിരുവാനൈക്കോവിലോ അങ്ങനെ എന്തോ ആണ് ഒരു പേരുണ്ട്. അവിടെയും നമ്മൾ പോകും. തമിഴ്നാട് ഫുൾ നമ്മൾ ടെമ്പിൾ സ്റ്റോപ്സ് ആക്കാം. ടെമ്പിളാണ്. പക്ഷേ ഇതല്ലേ, നല്ല വഴികളും നല്ല കാഴ്ചകളൊക്കെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ കിട്ടും. മലകളും. ധനുഷ്കോടി പോകണം നാളെ. കടലാണ്. മഴയൊന്നും പെയ്യാതിരുന്നാൽ നന്നായി കാണാം. മഴ പെയ്താൽ ആ രസം ഉണ്ടാവില്ല. എന്തായാലും നോക്കാം. തഞ്ചാവൂർ വന്നിട്ട് തഞ്ചാവൂർ ബൃഹദേശ്വര, അവിടെ തഞ്ചാവൂരിലെ ഫേമസ് ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ എന്താ പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് അവിടെ പോയിരുന്നു. അതല്ലാതെ ഒരു 2 തവണ പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതുകൊണ്ട് നിർത്തിയില്ല അവിടെ. ജസ്റ്റ് സ്റ്റേ ചെയ്തു. കാരണം ഇന്നിപ്പം നൈറ്റ് മധുരൈ എത്തണം. പിന്നെ ഇവിടെ ഉച്ച 12 മണി ആകുമ്പോഴേക്കും അമ്പലങ്ങൾ അടയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാം കാണുകയും വേണ്ട. അപ്പോൾ എല്ലാം കൂടി നമുക്കങ്ങനെ നടക്കില്ല. വേണമെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റൊക്കെ പോവായിരുന്നു. പക്ഷേ കുറച്ച് വിശ്രമവുമാണല്ലോ. ശാസ്ത്ര ഡീംഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ നമ്മൾ ട്രിച്ചി ടൗൺ കയറി. കാട്ടൂർ സ്ഥലത്തിൻ്റെ പേര്. തിരുച്ചിറപ്പള്ളി. യെസ്, കാവേരി ഇവിടെ ഒഴുകുന്നുണ്ട്. ഈ നടുഭാഗത്തെ കര കണ്ടില്ലേ, അത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്തൂടെ ഒഴുകുന്നുണ്ട്. നടുഭാഗമാണ് ശ്രീരംഗം. കുറച്ച് പോകാണ്ട് നമുക്ക്. നല്ല വെള്ളമുണ്ട് കേട്ടോ കാവേരിയിൽ. എന്തായാലും കഴിഞ്ഞ തവണ വന്നതിനേക്കാളൊക്കെ ഒരുപാട് വെള്ളം ഇത്തവണ കാണാം. നല്ല വെള്ളമുണ്ട്. ജംബുകേശ്വർ, വെള്ളത്തിൻ്റെ പഞ്ചഭൂത സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ സ്ഥാനം ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ജംബുലിംഗേശ്വർ കയറി. അതല്ലേ, കയറുന്നിടത്ത് തന്നെ ഒരു ചെറിയ മണ്ഡപം പോലെ കാണാം. ഇവിടെ ക്ഷേത്രവും നല്ല കളർഫുള്ളായിട്ടുള്ള ഗോപുരം. ഇതാണ് ജംബുലിംഗേശ്വരൻ്റെ ഉൾഭാഗം. പക്ഷേ ഉള്ളിലേക്ക് പിന്നെ അങ്ങോട്ട് ക്യാമറ ഫോട്ടോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ല. അവിടെ എഴുതി വെച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുത്തില്ല. അതല്ലേ, അങ്ങനെ പറയാൻ മാത്രം. ഉള്ളിലൊക്കെ നല്ല ഭംഗിയുള്ള കൊത്തുപണികളാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ റൗണ്ട് തൂണുകൾ നമുക്ക് കാണാം. അതുപോലെ ഇതല്ലേ, ധാരാളം മറ്റു കൊത്തുപണികളും. കുറേയൊക്കെ ഇങ്ങനെ തേഞ്ഞു പോയതുപോലെയുണ്ട് പല ഭാഗങ്ങളും. എന്തായാലും ഇതല്ലേ, എത്ര തൂണും എല്ലാം കല്ലുകൊണ്ട്. ജംബുകേശ്വർ പഞ്ചഭൂത സ്ഥലങ്ങളിൽ
ജലത്തിൻ്റെ ക്ഷേത്രം. ഇതാണ് പുറകുവശം. ഇതല്ലേ, നമുക്ക് ചുറ്റും നടക്കുമ്പോൾ വേറെ ഒന്നും കാണാനില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ തൂണുകളുണ്ട്, ഇപ്പുറത്ത് മതിലുകളുണ്ട്, മുകളിൽ കണ്ടില്ലേ നന്ദി എല്ലാം കാണാം. ഇതാണ് ഉള്ളിലേക്കുള്ള വഴി. നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. ഇതുണ്ടല്ലേ എന്ത് ഭംഗി അവിടെയുള്ള, ഇതുണ്ടല്ലേ ഇവിടെയുള്ള കൊത്തുപണികൾ. ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. നോക്കൂ, കുത്തിയെടുത്തതാണ് കാണുന്നത്. എന്താ ഭംഗി! ആഹാ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഒന്ന് ചുറ്റിയത്. ഇപ്പോൾ അതിൻ്റെ തൊട്ട് പുറത്ത് അമ്മൻ ടെമ്പിൾ ഈ വഴിയാണ്. എവിടെയും ധാരാളം തൂണുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിവിടെ അമ്മൻ കോവിലൊരു നല്ല പെയിൻറ്റിംഗ് ആണ്, മഹിഷാസുരമർദ്ദിനി. ആഹാ, എന്താ രസം! പക്ഷേ 12 മണിക്ക് ഇനി തുറക്കുള്ളൂ. നമുക്ക് അതിനു മുമ്പ് രംഗനാഥൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തൽക്കാലം വെയിറ്റ് ചെയ്യുന്നില്ല. ഉള്ളിൽ കയറാൻ ശിവനെ കണ്ടല്ലോ, ശക്തിയെ കണ്ട പോലെ തന്നെയല്ലേ. ഇത് പുറകുവശത്തുള്ള ഗോപുരങ്ങളാണ്. ഇവിടെ ഒരു കിണറുണ്ട്, പുറകിൽ ഒരു സ്റ്റേജ് പോലെ കിട്ടിയത് കാണാം. പിന്നെ വലിയ മതിൽ തന്നെ ഉള്ളിലേക്കുള്ളത്. ഇവിടെ പോകുന്ന വഴി പ്രദക്ഷിണം ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്, അല്ല കാണിച്ചു തരാനുള്ളത്. ഉള്ളിൽ ഞാൻ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നേരിട്ട് വന്ന് കാണാം. ട്രിച്ചിയിലാണ് ഈ ക്ഷേത്രം. നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടുന്ന് ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. ഞാൻ ഉള്ളിൽ കയറി ഇറങ്ങി. 1000 തൂണുള്ള മണ്ഡപമുണ്ട് ഇവിടെ, ഭയങ്കര ഫേമസ് ആണ്. അവിടെ പോയി നോക്കാം. ഇവിടെ കണ്ടില്ല, അല്ലാതെ ബാക്കി തൂണുകളൊക്കെ കാണാം. നമുക്ക് ആ മണ്ഡപത്തിൽ പോയി നോക്കാം. പോകുന്ന വഴി കണ്ടില്ലേ, ഇവിടെ മണൽത്തിട്ടകളാണ്. എത്ര മണലാ! ശരിക്കിത് കാവേരിയുടെ ഒരു എന്താ പറയുക, ഐലൻഡ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. 2 വശത്തൂടെയും കാവേരി ഒഴുകുന്നത്. ഇതല്ലേ അവിടെ ഗോപുരം വെള്ള നിറത്തിലാണിപ്പോൾ. അത് ഫുൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വൈറ്റ് ആക്കിയതെന്ന് തോന്നുന്നുണ്ട്. ഒരു പെയിൻ്റ് അടിക്കുമായിരിക്കും എന്തെങ്കിലും കഴിയുമ്പോൾ. ഇതല്ലേ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ ഒക്കെ ഉയരം, എന്താ ഉയരം! മണൽ നല്ലോണം ഉണ്ട് കേട്ടോ. കാല് അത്യാവശ്യം നന്നായി പൂണ്ടു പോകുന്നുണ്ട്. മഴയ്ക്കുള്ളൊരു കോള് കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ മഴക്കാലം വരുന്ന സമയം ആണിത് കേട്ടോ. ഇവിടെ പുറകിലൊരു കുളം പോലെ കാണാം. ഇത് പൂട്ടി വെച്ചിരിക്കാന്ന്. അവിടെ ആരെയും അങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്താണ് കടവ് വരുന്നത്. ചെറിയൊരു കുളം കേട്ടോ, അത്ര വലിപ്പൊന്നുമില്ല. ഇത് പുറകോശമായിട്ട് വരും രംഗനാഥൻ്റെ. അപ്പോൾ ഇതാണ് ശ്രീരംഗത്തിലെ 1000 തൂൺ ഉള്ള ഭാഗത്തേക്കുള്ള
പ്രവേശന വാതിൽ. ഇവിടെയുള്ള വാതിലിലെ കൊത്തുപണി കണ്ടില്ലേ, മരമാണ് പക്ഷേ ഉള്ള കൊത്തുപണി കാണാം. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഡീറ്റെയിൽസ് നോക്കൂ. ഓ, നമുക്ക് ഭാഗ്യമല്ല കേട്ടോ ഇന്ന്. ഇതല്ലേ ഈ 1000 തൂണുള്ള ഭാഗത്ത് പണി നടക്കുകയാണ്. നിലത്തൊക്കെ അവർ എനിക്ക് തോന്നുന്നു കരിങ്കല്ലിൻ്റെ പീസ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നതിൻ്റെ പണി നടക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഫുൾ ക്ലോസ്ഡാണ്, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതല്ലേ 1000 തൂണേ, ഇതിങ്ങനെ ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് മുഴുവനുണ്ട്. എനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല, ഇത് ലോക്ക്ഡ് ആയതുകൊണ്ട്. ഇങ്ങനെ പോവും, ഉള്ളിലേക്ക് പോകുന്നത്. ഇനി വരുമ്പോൾ നോക്കാം, പണി നടക്കുകയല്ലേ. സോ യെസ്, ഇതാ അടുത്ത ഗോപുരം. 4 വശത്തും ഉണ്ട്. ശ്രീരംഗം. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ കയറാട്ടോ ഇത്. കയറ് തന്നെയാണ്, എന്താ പറയുക. ഇത് നോക്ക്, ഇതിൻ്റെ വണ്ണം. എൻ്റെ കൈ വെച്ച് ഞാൻ കാണിച്ചു തരാം. നോക്ക്, എൻ്റെ കൈ ഇതാ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടോ ഒരു പീസിലാണ് വരിക. ഇങ്ങനെ പിടിക്കാൻ പോലും പറ്റില്ല. അതോ അതിൻ്റെ വണ്ണം ഇതല്ലേ. എന്തിനു ഉപയോഗിക്കുന്നതെന്നറിയില്ല. ഇവിടെ പണി സാധനങ്ങളുടെ ഒപ്പം ഇവിടെ വെച്ചത് കണ്ടതാണ്, പുതിയതാണ് കണ്ടിട്ട്. എന്താ വണ്ണം. ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. നമ്മളിനി ഈ വലിയ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക്. ഇതും കഴിഞ്ഞ് ഈ ഒരു ഗോപുരമുണ്ട്, അതിൻ്റെയും പുറത്താണ് ഏറ്റവും വലുത്. എത്ര ബാരിയേഴ്സാണെന്നറിയാം ഉള്ളിൽ കയറാൻ. കാണുന്നതാണ് ഗോപുരം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, വണ്ടി വന്ന് ഇടിച്ചുകൊണ്ട് പോകും. മുഴുവൻ വണ്ടികളാണ്, 2 വീലർ അധികം. ഇതല്ല, അതിൻ്റെ ഉയരം എത്രയാണെന്നുള്ളത് ഞാൻ അടിയിൽ കൊടുക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ ട്രച്ചിയിൽ നിന്ന് പുറപ്പെടുകയാണ് മധുരയിലേക്ക്. ഗുരുവേ എന്നഗണ്ഡ പരിപൂരണമേ, ജ്യോതിമയമാകി നിன்ற തൂയമണി സദ്ഗുരുവേ. കാവേരി നദിയിൽ നിന്ന് വൈഗൈ നദിയിലേക്ക്. ട്രിച്ചി കാവേരി നദിയുടെ തീരത്താണ്, മധുരൈ വൈഗൈ നദിയുടെ തീരത്താണ്. മധുരയിൽ 1000 തൂണുകളുണ്ട്. നമ്മളിന്ന് പോയപ്പോൾ ഇവിടെ കാണാൻ പറ്റിയില്ല, കാരണം പണി നടക്കാൻ വേണ്ടി പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മധുരയിൽ പോയി നമുക്കത് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് മധുരയാണ് സ്റ്റേ, എന്നിട്ട് പിന്നെ നാളെ രാമേശ്വരം. നമ്മളിപ്പോൾ ഉള്ളത് ഈ ട്രിച്ചി മധുര ഹൈവേയിലാണ്. 4 വരി പാതൊക്കെ തന്നെ, കുഴിയുമില്ല. പക്ഷേ റോഡ് കണ്ടില്ലേ, ലോറികൾ 2 സൈഡിലും പോയിട്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇതല്ലേ, സിംഗിൾ ലൈൻ ഡബിൾ ലൈനാണിത്. അതിൽ ഈ ലോറിയുടെ ടയർ പോകുന്ന ഭാഗത്ത് കുഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അങ്ങനെ കയറി ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. എനിക്ക് ഇത് വലിയ ഡേഞ്ചറില്ല. ചില സ്ഥലങ്ങളിൽ ആ കുഴി കുറച്ച് എക്സ്ട്രാ താഴ്ന്നിരിക്കുന്ന പോലെ. അപ്പം നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ ചില സമയങ്ങളിൽ ഒരു റെയിൽ കയറി ഇറങ്ങുന്ന ഒരു ഫീലാണ്. ഇതൊന്നും കുഴപ്പമില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ റോഡെത്തിയപ്പോൾ അത് പോയി. പക്ഷേ കുറേ ദൂരം അങ്ങനെ ചെയ്യുന്നു. ഇതാ ഇപ്പോൾ അവിടെയൊക്കെ കാണാനുണ്ട്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ തഞ്ചാവൂരിൽ വെച്ച് കണ്ട ഏകലവ്യം പറഞ്ഞിരുന്നു. ആള് രാമേശ്വരം എവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂത്തുക്കുടിയോ അങ്ങനെ എന്തോ ആ ഭാഗത്ത് പോയത്. അപ്പം പറഞ്ഞു റോഡ് ഇങ്ങനെയാണ് എന്നുള്ളത്. എനിക്കത് ഡേഞ്ചറാണ്. എനിക്ക് തോന്നുന്നത് അത് ഈ ലോറികൾ അവരുടെ ഇതില്ലേ, പ്രിസ്ക്രൈബ്ഡ് വെയിറ്റ് ലിമിറ്റ്
അതിക്രമിക്കുമ്പോഴാണോ അതോ ഇനി റോഡിന് പഴക്കം ചെല്ലുമ്പോഴാണോ എന്നറിയില്ല അങ്ങനെ വരുന്നത്. പക്ഷെ അത് 2 വീലറുകാർക്ക് ഡേഞ്ചറാണ്. കാരണം പെട്ടെന്ന് ലൈനൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ ചാടി ഇറങ്ങുന്നത് കൺട്രോൾ പോകും. സ്ട്രെയിറ്റ് ഹൈവേ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ മണാലിയിൽ നിന്ന് മാണ്ഡി വഴി ചണ്ഡീഗഡ് വന്നപ്പം, മാണ്ഡി ടു ചണ്ഡീഗഡ് എന്ന് പറയാൻ പറ്റില്ല, ചണ്ഡീഗഡ് ഐ മീൻ ബോർഡർ വരെ ആ ഒരു മലകളുണ്ട്. എത്ര മലകളാണെന്നറിയാം. അത് നല്ല കെർവുള്ള റോഡുകൾ ഫുൾ ഇങ്ങനെയായിരുന്നു. എൻ്റെ റൈഡിലെ ഏറ്റവും മോശം ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അത്ര ബുദ്ധിമുട്ടിയിരുന്നു, തലവേദനിച്ചിട്ട്. അങ്ങനത്തെ റോഡുകൾ ടേണിംഗ് ആണ്, ഫുൾ ടേണിങ്. അങ്ങനത്തെ റോഡ് ഫുൾ ടേണിങ്, ട്രക്ക് ട്രാഫിക്, നിറയെ ട്രക്കുകളും. തലവേദനിച്ചിട്ട് മനുഷ്യന് ദേഹവും, കാരണം ഇത് കിടന്നിങ്ങനെ കുലുങ്ങും അല്ലേ. ഇവിടെ അങ്ങനെ റോഡ് കണ്ടില്ലേ, അതുകൊണ്ട് ഈ മഴ പെയ്ത് പോയത് കണ്ടില്ലേ, നനഞ്ഞിരിക്കുന്ന ഭാഗം മുകളിലും ഇത് താഴ്ന്നിരിക്കുകയാണ്, കണ്ടാ അറിയാം. അപ്പോൾ അങ്ങനത്തെ റോഡായിട്ട് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു പോയി. കണ്ടിന്യൂസ് ഇതാണ്. ഈ കിലോമീറ്റർ കടക്കില്ല, കാരണം ഫുൾ ലോറികളാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോഴും ഭയങ്കര ഡേഞ്ചറാണ്. കുഴികളും കാണും അതിൻ്റെ ഇടയിൽ. അങ്ങനെയുള്ള റോഡാകുമ്പോഴേ ഭയങ്കര ഡേഞ്ചറാണ്. ഈ ഹൈവേ ഒന്നും അത്ര വലിയ കുഴപ്പമില്ല, മിററിലൊക്കെ നോക്കി മാനേജ് ചെയ്തിട്ടൊക്കെ ഓടിക്കും. പക്ഷേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഹൈ റേഞ്ചിലൊക്കെ വരുമ്പോഴാണ് അപകടം ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെയൊക്കെ മഴ പെയ്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് മഴ പെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുറേ ദിവസമായി മഴ കിട്ടിയിട്ട്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ മഴ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിവേ നോക്കാം. ആഹാ, നല്ല തണുപ്പടിക്കുക. ഉച്ച 3 മണിയാ സമയം. പക്ഷേ ഇവിടെ ഇങ്ങനെ മഴ പെയ്ത് പോയിട്ടുണ്ട്. നമുക്കിതുവരെ മഴ അങ്ങനെ കിട്ടിയില്ല. മഴ പെയ്ത് പോയ ഭാഗത്തൂടെ അങ്ങനെ പോവുകയാണ്. എന്തായാലും നല്ല സുഖമുള്ള കാലാവസ്ഥ. വാവ്, എനിക്ക് തോന്നുന്നത് ആ കാണുന്നതൊക്കെ, ആ മലകൾ കാണില്ലേ അവിടെ, അതൊക്കെ ഡിണ്ടിഗൾ സൈഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സെൻട്രൽ തമിഴ്നാടിൻ്റെ അത്രയും എത്തി, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ട്രിച്ചി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഏകദേശം നല്ല സെൻറ്ററാണ്. അവിടെ മഴക്കാർ മൂടിക്കെട്ടി നിൽക്കുകയാണ്, ഡിണ്ടിഗൾ ഹിൽസ്. ശരിക്കും ആ ഡിണ്ടിഗൾ മലകൾ അവിടുന്ന് ലെഫ്റ്റ് സൈഡ് അങ്ങനെ പിടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് തേനി ഭാഗത്താം. പകരം ഡിണ്ടിഗളോട് ചേർന്ന് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ പഴനി ഭാഗത്തും, അവിടുന്ന് ലെഫ്റ്റ് പോയാൽ കൊടൈക്കനാൽ. അങ്ങനെ ആണ് ജോഗ്രഫി. എന്തായാലും കൊള്ളാം. ഡിണ്ടിഗൾ വഴി ഒരു റോഡ് കണ്ടിരുന്നു ഗൂഗിൾ മാപ്പ്. എനിക്ക് ഡൗട്ടുണ്ട്, നമ്മളെ ഇതിപ്പോൾ ഡിണ്ടിഗൾ ടച്ച് ചെയ്യുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. നോക്കാം. കാരണം ഗൂഗിൾ മാപ്പിൽ 3 വഴികൾ കാണിച്ചു. അത് ഒരെണ്ണം ഡിണ്ടിഗളാണ്, പക്ഷെ അത് ലോങ് ആണ്. അതിൻ്റെ ഇടയിലുള്ളൊരു റോഡുണ്ട്, അതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ മാപ്പ് ഓഫ് ആക്കിയിട്ടു, മധുരൈ ബോർഡ് മാത്രം നോക്കി ഓടിക്കുകയാണ്. നോക്കാം. ഡിണ്ടിഗൾ എന്നെക്കൊണ്ട് റെയിൻകോട്ട് ഇടിപ്പിച്ചു അവസാനം. മധുരൈ മഴ തന്നാണ് നമ്മളെ സ്വീകരിച്ചത്. ഇതല്ലേ മദ്രാസ് ഹൈക്കോർട്ട് മധുരൈ ബെഞ്ച്, അങ്ങോട്ടേക്കാണ്. ഞാൻ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാട്ടോ, അതായത് ഹൈക്കോർട്ടിൻ്റെ ബെഞ്ച് ഇവിടെ തന്നെ. കൊള്ളാം. കുറേ ദിവസം കഴിഞ്ഞാൽ മഴ കിട്ടിയപ്പേ എന്താ പോലെ. കുറേ ദിവസം വെയിലായിരുന്നല്ലോ, വെയിലത്തുനിന്ന് പെട്ടെന്ന് മഴയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഗുണ്ടൂർ ഷൂ, ആന്ധ്രയത്തെ ഗുണ്ടൂർ എന്ന് വാങ്ങിയ ഷൂ ആണ്. ചെരുപ്പ് വെള്ളം പോയതിന് ശേഷം അത് വാട്ടർ ബോട്ടിൽ പോലെ മഴവെള്ളം ഫുള്ള് ഉള്ളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കാല് ബ്രേക്കൊക്കെ ഇടുമ്പോൾ വെള്ളം വന്നിങ്ങനെ അലയടിക്കുകയാണ് കാലിൽ. അങ്ങനെ ഇതാ നമ്മളെത്തി മധുര മീനാക്ഷി ദേവിയുടെ മുമ്പിൽ. ഉണ്ട് ഗോപുരം. നല്ല മഴ. ആദ്യം എവിടെയെങ്കിലും വണ്ടിയൊക്കെ വെച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റണം.
ഓക്കെ, മധുരൈ പാക്കലാം. മധുരയൊക്കെ നമ്മൾ ഇനി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്, അടുത്തല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് മധുരൈ വിടുന്നു. ചെലവ് രാമേശ്വരം, ധനുഷ്കോടി 200 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്രോക്സ്. അപ്പോൾ ഒരു 3.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നല്ല റോഡാവണം. ഇവിടെ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ. 9:30 ആവാൻ പോകുന്നു. വൈഗൈ നദിയുടെ സൈഡിൽ കൂടെയാണ്. എന്തോ വൈഗൈ നദിയുടെ സൈഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. എവിടെയും വേസ്റ്റ് ഇട്ട് കേടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ ആൾക്കാരെ കൊണ്ട് ഫുള്ള്. അങ്ങനെ ഇന്ന് നമ്മളുടെ 12 ജ്യോതിർലിംഗങ്ങളിലെ 12ാമത്തെ ജ്യോതിർലിംഗം കാണും. എത്ര നാളായി. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവും. ഫുൾ ഇതിപ്പോൾ ADMK ആണോ DMK ആണോ അറിയില്ല. കൊടിയും വെച്ച് ഇതുണ്ട്. വേറെ വണ്ടികളും ഫുൾ ജാഥയ്ക്ക് പോണ പോലെ മൊത്തം വെറുപ്പിക്കലാണ്. വല്ല പെട്രോൾ പമ്പ് കണ്ടാവുന്ന കാരണം. ഞാനീ കൂട്ടത്തിൻ്റെ ഇടയിൽ പെട്ട അവസ്ഥ കേട്ടോ. 2 സൈഡ് അവന്മാരുടെ വണ്ടികൾ. ദൈവമേ, വേറെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. എന്ത് കൊണ്ടത്? ഇതേ ബ്ലാക്ക് കാറ്റാ. ഹൈവേ ബ്ലോക്കാക്കിയ സംഭവം. എന്നെ പൊക്കിക്കൊണ്ട് പോവോ? ഈ പാവം പൊക്കോട്ടെ. ഇനിയും വരും, അതാണ് പ്രശ്നം. 6 ലൈൻ ഹൈവേണെങ്കിൽ കുഴപ്പമില്ല. പോലീസ് എസ്കോട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നേ ഇത് ഏതാ പാർട്ടി മൊത്തം തമിഴിലാണ് എഴുതി വെച്ചിട്ട്. ആഹാ, ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല കോമ്പിനേഷൻ ഉണ്ടോ. ഇത് രാമേശ്വരം വരെ ഉണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട്. നല്ല സംഭവം മനസ്സിലായത്. എന്തെങ്കിലും പൊളിറ്റിക്കൽ റാലി ആയിരിക്കും. പിടി കിട്ടിയിട്ടോ. ഇത് ADMK ആണ്, DMK അല്ല. DMK-യിൽ ഈ കൊടിയിൽ നടുവിൽ വേറെ എക്സ്ട്രാ ഒരു ലോഗോ കൂടിയുണ്ട്. ഇത് ADMK. ഓ ഡാമേജ്. ഹൈവേ ബ്ലോക്കാണല്ലോ. ഫുൾ ആൾക്കാർ. ഇവിടെയാണ് അവരുടെ പരിപാടി. കൊള്ളാലോ. BJP-ക്കാരുണ്ട്. ഇവിടെ ഒരു BJP ആയിട്ടാണല്ലോ ടൈപ്പ്. അത് ഞാൻ മറന്നു. നമുക്ക് പോയിട്ട് തിരക്കുണ്ട്. നോക്ക് എന്ത് വലിയ റോഡാ. സ്ട്രൈറ്റ്. നല്ല ഹൈവേസ് കേട്ടോ. ഫേമസ് ആണ്, നല്ല റോഡാണെന്ന് പലരും പറഞ്ഞു കേട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, ആന്ധ്രയിലെ ഹൈവേസ് കേട്ടോ. ഓ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, അടിപൊളി. നമ്മൾ കടലിലെത്താനായില്ല ഇപ്പോഴേ. 2 സൈഡിലും വെള്ളക്കെട്ടുകളൊക്കെ കണ്ടു തുടങ്ങുന്നു. പോവാടൊന്നല്ലാന്ന് വിചാരിക്കുക, അറിയില്ല. നമുക്കിനി ഒരുപാട് പോകാനുണ്ട്. നമ്മുടെ ഓഡോമീറ്റർ നോക്കി 42,000. നമ്മൾ 22,313 കിലോമീറ്ററിനാണ് റൈഡ് തുടങ്ങിയത്. ഇനി നമ്മളൊരു 313 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ 20,000 കിലോമീറ്റർ കഴിഞ്ഞു ഈ യാത്രയിൽ. എന്തായാലും എൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മളൊരു 20,300 മിനിമം എത്തും തോന്നുന്നുണ്ട്.
അതായത് ഇനി ഒരു 500 അല്ല, അതിലധികം ഓടും. ചിലപ്പോൾ ഒരു 20-500 ആവുമായിരിക്കും കൊച്ചി എത്തുമ്പോഴേക്കും ടോട്ടൽ ഈ യാത്രയിൽ. നമ്മൾ 25 ടാർഗറ്റ് ഒന്നല്ല, എസ്റ്റിമേറ്റ് കിട്ടും. നമ്മൾ കുറച്ച് സ്റ്റേറ്റൊക്കെ സമയക്കുറവ് കൊണ്ട് സ്കിപ്പ് ചെയ്തു. പിന്നീട് നമുക്കൊരു, നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, എന്താ പറയുക, ജയ്പൂർ ടു അമൃത്സർ, അതിൽ നമ്മളൊരു ദിവസം 758 കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് അന്നാണ് എനിക്ക് കുരുക്ഷേത്രയിലേക്ക് ഒരു ഷോർട്ട് കട്ട് കണ്ട് അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് ഒരുപാട് ഡൈവേർഷൻ എടുത്തുകൊണ്ട് ഒരുപാട് കിലോമീറ്റർ സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടും പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത ഒരു 5-6 സ്റ്റേറ്റ് കൊണ്ടും, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ ഒരു 5 സ്റ്റേറ്റ്, പിന്നെ ഛത്തീസ്ഗഡ് 6 സ്റ്റേറ്റ് ടോട്ടൽ. അത്രയും നമ്മൾ പോയില്ല. കാരണം മെയിനായിട്ട് സ്റ്റോപ്പുകൾ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് സമയക്കുറവ് കൊണ്ട്. അപ്പം എല്ലാ സ്റ്റോപ്പുകളും, ഞാൻ ഉദ്ദേശിച്ച എല്ലാ സ്റ്റോപ്പും നമ്മൾ ഈ യാത്രയിൽ കവർ ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് 1-2. അപ്പോൾ എനിവേ അത്രയും കവർ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ 20,500 നമ്മളുടെ യാത്രയിലെ ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. എനിവേ ഇപ്പം 20,000 ആവാൻ ഇനി പോകണം. വണ്ടിയുടെ ഓഡോമീറ്റർ ഇപ്പം 42 കഴിഞ്ഞു. സർവീസ് ലൈറ്റ് ഓണായി കിടക്കുന്നുണ്ട്. അത് അവിടെ എത്തിയിട്ട് നോക്ക്, ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി. ആഹാ, നല്ല പച്ചപ്പാടം, പരന്ന റോഡ്, കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഇങ്ങനെ ചെറുതായി ആടുക. എന്തായാലും ധനുഷ്കോടിയിലൊക്കെ ഇന്ന് നല്ല കാറ്റായിരിക്കും. ഏതോ ഒരു ലോ പ്രഷർ രൂപീകരിക്കപ്പെടുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ. എന്തായാലും നോക്കാം അവിടെ ചെന്നിട്ട്. അങ്ങനെ ഗൾഫ് ഓഫ് മാന്നാർ ആ ഭാഗത്തായിട്ട് വരും. എത്തിയിട്ടില്ല, കുറച്ച് പോകാനുണ്ട്. അതിൻ്റെ ബയോസ്ഫിയറിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലതുവശത്തായിട്ടാണത് വരിക. മാന്നാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രീലങ്കയത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാട്ടോ. ഇതല്ലേ, കായൽ പോലുള്ള സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം സാറിൻ്റെ നാടാണ് രാമേശ്വരം. ഫുൾ മണലാട്ടോ ഇവിടെ. മഴ തുള്ളിയിടാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ കടലിലോട്ട് പോവല്ലേ, ആ ഭാഗത്ത് ലോ പ്രഷറിൻ്റെ ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാവും. വേണമെങ്കിൽ റെയിൻകോട്ട് ഇപ്പോൾ ഇടാൻ തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ 2 സൈഡ് തുറന്ന കടലും നടുവ് കൂടെ റോഡും അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തിയാൽ പിന്നെ റെയിൻകോട്ട് ഇടാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നിന്ന് റെയിൻകോട്ട് ഇടാം, നല്ലത്. എൻ്റെ ഒരു നിഗമനം വെച്ച് ഇങ്ങനെ തുള്ളിയിടൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വലിയ മഴയൊന്നും പെയ്യും തോന്നുന്നില്ല ആകാശം കണ്ടിട്ട്. റെയിൻകോട്ട് ഇടണ്ട. അങ്ങനെ ഇതാ കടലെത്തി. കുറച്ചുകൂടെയും പോകണം നമുക്ക്. ഭാഗ്യത്തിന് മഴയില്ല, നല്ല കാലാവസ്ഥ. ഇവിടെ ചെറുതായി മഴ പെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കാലാവസ്ഥ, തെളിഞ്ഞ ആകാശമാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല. നമ്മൾ വേഗം തന്നെ എത്തിയിട്ടോ. 2.5 മണിക്കൂർ കൊണ്ട് രാമേശ്വരം എത്താനായി. ഏതായാലും ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് സന്തോഷം. കുറച്ചൊരു വെയിലുണ്ട്, അപ്പം ഒരു സുഖമാണ്. വലിയ ചുട്ടുപഴുത്ത വെയിലല്ല. നട്ടുവെച്ച സമയം 12 മണിയാവാൻ 5 മിനിറ്റ്. അപ്പോൾ എങ്കിലും നല്ല കാലാവസ്ഥ, നല്ല നീലക്കടൽ. പോകവേ കാണാം. ഓ, എന്തൊരു ഭംഗിയാണ് അവിടുത്തെ കടൽ. അതിൻ്റെ കളറ് എന്തൊരു ഭംഗി. പാമ്പൻ പാലം ആണോ ഇത്? അതേട്ടോ, പാമ്പൻ പാലം തന്നെയാ. അവിടെ എന്തൊക്കെയോ റെയിൽവേ പാലത്തിൻ്റെ പണി നടക്കുന്നതും കാണാം. പാമ്പൻ പാലം. വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ഹിമാലയ 5 തവണ കയറി ഇറങ്ങിയെങ്കിലും ഈ റൈഡിൽ ഞാൻ ആദ്യമായിട്ടാണ് രാമേശ്വരം, ധനുഷ്കോടി പ്ലസ് കന്യാകുമാരിയൊക്കെ വരുന്നത് തന്നെ. സത്യമായിട്ടും ഈ സൈഡിൽ ഞാൻ അങ്ങനെ വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ്.
ഒരു സസ്പെൻസ്. ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് പാലത്തിൽ അവിടെ നോ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. എന്താ അനുസരണ, നല്ല മക്കൾ. കടൽ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ നന്നായി കാണാം. ഫുള്ള് എത്ര കേരള വണ്ടിയാ. ഇതേ ട്രെയിൻ പോകുന്നത് കാണാം അടിയിൽ. റെയിൽവേ പണിയും നടക്കുന്നുണ്ട് ഇവിടെ. എന്താ സൂപ്പറായിട്ട്. നമുക്കിഷ്ടം പോലെ സമയമുണ്ട്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതല്ലേ 12 മണി ആയിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഫുള്ള് ഇവിടെയാണ്. നാളെ രാവിലെ നമുക്ക് പോകണ്ടു. പ്ലസ് രാമേശ്വരം ഉള്ളിൽ കയറണം, അത് കുറച്ച് ടൈം എടുക്കും. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ എഗൈൻ ഇന്നലെ മധുരയും ഫോൺ അലൗഡ് ആയിരുന്നില്ല രാത്രി. അതുകൊണ്ട് അങ്ങനെ കയറി ഇറങ്ങി കണ്ടു. ഒന്നും റെക്കോർഡ് ചെയ്തില്ല ഉള്ളിൽ. അങ്ങോട്ടേക്ക് അലൗഡ് അല്ല, പുറത്ത് വെച്ചിട്ട് വേണം പോവാൻ. വാവ്, ആഹാ എന്താ വ്യൂ.